ഹലോ നമസ്കാരം. എൻ്റെ പേര് സുരേഷ് ലാൽ എന്നാണ്. എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിവിൽ ടാലൻസ് എന്ന് പറയുന്ന ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കോച്ചിങ് സെന്ററിന്റെ സിവിൽ എഞ്ചിനീയറിംഗ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ സിഇഒയും ഫൗണ്ടറുമാണ്. നമ്മൾ ഇന്ന് കാണുന്നത് Etabsന്റെ ട്യൂട്ടോറിയലാണ്. Etabsന്റെ ട്യൂട്ടോറിയലിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. Etabs എന്ന് പറയുന്നത് ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറൽ ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് തന്നെ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഡിസൈനിൽ അതിന്റെ ഹാർഡായിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് റീൻഫോഴ്സ്മെന്റ് ഉണ്ടാവും, റീൻഫോഴ്സ്മെന്റ് ഉള്ള ബീംസ് കോളംസ് ഉണ്ടാവും. സ്ട്രക്ചർ തന്നെയാണ് അതിനും പറയുന്ന പേര്. അതുപോലെ സ്റ്റീൽ ഫ്രെയിംസ്, ജോയിസ്റ്റുകളോ സ്റ്റീൽ ബീമുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആണ് ഈ സ്ട്രക്ചറിനെ താങ്ങി നിർത്തുന്നത്. അപ്പൊ ഇതിന് വേണ്ട ബലം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനം. ആ ബലം നൽകാനായിട്ടുള്ള രീതിയിലുള്ള വലിപ്പത്തിനു വേണ്ടിയുള്ള സെക്ഷൻസ് യൂസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള റീൻഫോഴ്സ്മെന്റും കോൺക്രീറ്റിന്റെ ഗ്രേഡും ഉപയോഗിക്കുക എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്ട്രക്ചർ ഡിസൈനിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്ട്രക്ചർ ഡിസൈൻ സാധാരണ ചെയ്യുന്നത് എംടെക് കഴിഞ്ഞവരാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ബിടെക് കഴിഞ്ഞവർക്കും സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഡിസൈൻ കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് Etabs എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. Etabsന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് റിസൾട്ട് തരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. RCC സ്ട്രക്ചേഴ്സിന് വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൽ ഫ്രെയിം സിസ്റ്റത്തിന് വേണ്ടിയിട്ട് പിന്നെ MRF മൊമെന്റ് റെസിസ്റ്റന്റ് ഫ്രെയിംസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഒരു സോഫ്റ്റ്വെയർ ആണ് Etabs. മറ്റ് പല സോഫ്റ്റ്വെയറുകളും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ സ്റ്റാറ്റ് പ്രോ ഉപയോഗിക്കുന്നുണ്ട്, SAP 2000, അങ്ങനെ പല പല സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവ നമ്മളിവിടെ പരിചയപ്പെടുന്നത് Etabs ആണ്. മറ്റ് സോഫ്റ്റ്വെയറുകൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ പരിചയപ്പെടും. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ പരിചയപ്പെടാം എന്നുള്ളതാണ് നമ്മൾ ഈ വരുന്ന മോഡ്യൂളുകളിൽ. അപ്പൊ ഞങ്ങൾ ഇതിനൊരു ഏകദേശം 10ഓളം മോഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ 10ഓളം മോഡ്യൂളുകൾ എന്തൊക്കെയാണ് വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഇപ്പോഴത്തെ മോഡ്യൂളിൽ നമ്മൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ Etabsന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, ഈ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ അറിയാവുന്നതാണെങ്കിൽ, ഇൻട്രൊഡക്ഷനും ബാക്കി ഇത് ചെയ്യാനൊക്കെ അറിയാവുന്നവരാണെങ്കിൽ, അതായത് ലോഡിംഗ് പാറ്റേൺ വരെയൊക്കെ അറിയാവുന്നവരാണെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ, എന്നാൽ തന്നെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതായത് സ്ട്രക്ചറൽ ഡിസൈനിന്റെ ആവശ്യകത, അതിന്റെ കോൺസെപ്റ്റ്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അവസാനം വരെ കേൾക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിലുപരി സ്ട്രക്ചറൽ ഡിസൈനിന്റെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കേട്ടിരിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നമുക്ക് എന്തൊക്കെ ഇതിനകത്ത് കവർ ചെയ്യുന്നു ആദ്യം പരിശോധിക്കാം. അപ്പൊ ഇത് നമ്മൾ ആദ്യം കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റഡ് ലോഡ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പൊ ഇതിനെ നിങ്ങൾക്ക് അറിയാം, ഇതെനിക്ക് തോന്നുന്നത് പക്ഷേ എല്ലാ എഞ്ചിനീയേഴ്സും വിത്തൗട്ട് റഫറിങ് എനിത്തിങ് ഇവിടെ വരുന്ന ലോഡ് എന്താണ്, ഫോഴ്സ് വരുന്നതെന്നും ഇവിടെ വരുന്ന മൊമെന്റ് എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത് ഒട്ടും പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ എക്സർസൈസ് കൂടെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിയാവുന്നൊരു കാര്യം നമ്മൾ ഈ സിസ്റ്റത്തിലൂടെ നമ്മൾ വെരിഫൈ ചെയ്താൽ മാത്രമേ അറിയാത്തൊരു കാര്യത്തിൽ അത് തരുന്ന റിസൾട്ട് നമുക്ക് വിശ്വസിക്കാൻ തോന്നുള്ളൂ. അപ്പൊ ഈ ഒരു സംഭവം 1-2 എക്സർസൈസ്, അതുപോലെ വേറൊരു എക്സർസൈസും കൂടിയുണ്ട്. അപ്പൊ ആ 1-2 എക്സർസൈസ് നമുക്ക് അറിയാവുന്ന വാല്യൂസ് കിട്ടുന്ന റിസൾട്ട് വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ ഈ സിസ്റ്റത്തിലൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും, അതിന്റെ റിസൾട്ട് നോക്കും. അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന ഈ റിസൾട്ട് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റിയതാണ്, റിലയബിൾ ആണ്. അപ്പൊ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്, അല്ല ഇത് നമുക്ക് വേറൊരു ഉദ്ദേശം ഇതിനകത്തില്ല. അപ്പൊ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഈ പറയുന്ന ഒരു UDL, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ റിയാക്ഷൻസ് എല്ലാം നിങ്ങൾക്കെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും ഇതിൽ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇത് നമുക്ക് വരച്ച് എക്സർസൈസ് ചെയ്ത് നോക്കാം. ഈ വാല്യൂസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് രണ്ടാമത്തെ മോഡ്യൂളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെ
ഈ പറയുന്ന ഒരു ഫ്രെയിം നമ്മൾ ഈ ടാബ്സിൽ മെമ്പർ അതിനകത്ത് അസൈൻ ചെയ്യും, ലോഡ് ചെയ്യും, അതിനെ അനലൈസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കോംപ്ലിക്കേറ്റഡിലേക്ക് പോകുക എന്നുള്ളതാണ് എന്ന ഒരു രീതിയാണ് നമ്മളിവിടെ അവലംബിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഒരു സിമ്പിൾ ട്രസ് വിത്ത് ജോയിന്റ് ലോഡ്സ്. അപ്പൊ സാധാരണ എല്ലാവരും വിചാരിക്കും ഈ ടാബ്സ് കൊണ്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള കോളങ്ങളും അല്ലെ വെർട്ടിക്കൽ ആയിട്ടുള്ള കോളങ്ങളും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ബീംസ് മാത്രമുള്ള സ്ട്രേറ്റ് മെമ്പേഴ്സ് മാത്രമേ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അതല്ല, ഇത് ഈ പറയുന്ന രീതിയിൽ ചരിഞ്ഞ മെമ്പേഴ്സ് കൊടുക്കാൻ പറ്റും, അതുപോലെ റൗണ്ട് ആയിട്ടുള്ള മെമ്പേഴ്സ് കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള പല പല റൗണ്ട് കോളംസ് കൊടുക്കാൻ പറ്റും. നമുക്ക് പല രീതിയിലുള്ള മെമ്പേഴ്സ് ഇന്നതായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമുക്ക് കൊടുത്തുകൊണ്ട് ഇതിനെ നമ്മൾ ഓരോ കേസുകൾക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ അതിനൊരു കേസ് സ്റ്റഡിയാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഓരോരോ മോഡ്യൂൾസ് ആയിട്ടായിരിക്കും ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള ഓരോ മോഡ്യൂളുകളിലായിട്ട് തന്നെ അത് നോക്കാൻ ശ്രമിക്കുക. അതെല്ലാം എല്ലാം കൂടി നമുക്ക് ഒരു മോഡ്യൂളിൽ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും സ്പേസ് അപ്ലോഡ് ചെയ്യാൻ കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അടുത്ത കേസ് നമുക്ക് ചെയ്യുന്നത് ഒരു പോർട്ടൽ ഫ്രെയിമിന്റെ അനാലിസിസ് ആണ്. 5 മീറ്റർ സ്പാനും 4.5 മീറ്റർ ഹൈറ്റും ഉള്ള ഒരു പോർട്ടൽ ഫ്രെയിമിന് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ലോഡ് ഫാക്ടേഴ്സ് ഡിസൈൻ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ഇതിനെ അനാലിസിസ് ചെയ്യുന്നു. അപ്പൊ ചെയ്ത ശേഷം നമ്മൾ അതിന്റെ റിസൾട്ട് എടുത്തിട്ട് അതിനനുസരിച്ചുള്ള ഈ മെമ്പർ ഡിസൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു കേസ് സ്റ്റഡിയാണ്. ഇത് നമ്മുടെ തന്നെ ഒരു സ്റ്റാഫിന്റെ ഒരു വീടിന്റെ ഒരു ചെയ്തതാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു കേസ് വന്നു. അവർക്ക് 5 മീറ്റർ ബൈ 4 മീറ്ററിന്റെ ഒരു റൂം ഉണ്ടായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് മുകളിലൊരു ചുവര് ഇവിടെ വരുന്നതുകൊണ്ട് ഇവിടെ ഒരു ബീം കൊടുക്കേണ്ടി വന്നു. അപ്പൊ ആ ബീം കൊടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ റീൻഫോഴ്സ്മെന്റ്, മെയിൻ സ്ലാബ് റീൻഫോഴ്സ്മെന്റ് ഇങ്ങനെയാണ് കൊടുത്തത്. ഈ ഡയറക്ഷനിലാണ്. ഷോർട്ട് ഡയറക്ഷൻ അപ്പൊ ഇതായതുകൊണ്ട് ഈ ഡയറക്ഷനിൽ കൊടുത്തു. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അതെങ്ങനെ അനാലിസിസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ റെഗുലർലി സിവിൽ എഞ്ചിനീയേഴ്സ് സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. മേശിമാർ വന്ന് ചോദിക്കും, സാർ ഇവിടെ എത്ര കൊടുക്കണം, റീൻഫോഴ്സ്മെന്റ് എന്ത് കൊടുക്കണം, ഈ ചെറിയൊരു 4 മീറ്റർ ബീമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പതറിപ്പോവാതെ നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ച ബുക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ അതൊക്കെ പോയി തപ്പിയെടുത്ത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ പലരും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഒഴിഞ്ഞു മാറും. അതിപ്പോ അങ്ങനെ മാറാതെ തന്നെ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സംഭവം എന്താണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ കാണുന്നത്. അടുത്തത് എന്ന് പറയുന്നത് കേസ് സ്റ്റഡിയാണ്. 6ാമത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് 2 സ്റ്റോറി ആയിട്ടുള്ള RCC ഫ്രെയിം. ഇത് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും നീളം കൂട്ടാം, വീതി കൂട്ടാം, ഇതെല്ലാം കൂട്ടാം, ഹൈറ്റും കൂട്ടാം, പ്രശ്നമില്ല. പക്ഷെ ഇതെല്ലാം ഒരു മോഡൽ നമ്മൾ സമയപരിമിതി കൊണ്ട് ഇത്രയും ചെറിയൊരു മോഡൽ നമ്മൾ അതിനകത്ത് അനലൈസ് ചെയ്തിട്ട് ഈ ലോഡ് പാറ്റേൺ ഇട്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതായിരിക്കും നമ്മൾ അടുത്ത് പഠിക്കുന്ന ഒരു എക്സാമ്പിൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു 12 സ്റ്റോറി വളരെ ഹൈറ്റ് കൂടിയൊരു ബിൽഡിംഗ് ആണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കും നോക്കുന്നത്. ആ ബിൽഡിംഗ് നോക്കിയതിന് ശേഷം അതിനകത്ത് നമുക്ക് ഈ പറയുന്ന അനാലിസിസ് ചെയ്ത് നോക്കാം. അനാലിസിസ് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ലോഡ് പാറ്റേൺസും വിൻഡ് ലോഡോ അല്ലെങ്കിൽ സിസ്മിക് ലോഡ്സ് ഒക്കെ ഇതിനകത്ത് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു എക്സസൈസ് കൂടി നോക്കുന്നുണ്ടാവും. ഇനി പൊതുവിൽ നമുക്ക് ഇത്രയും ഞാൻ സംസാരിച്ചെങ്കിലും ഞാൻ ഇനി അടുത്തായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് ഈ ടാബ്സ് നിങ്ങളെല്ലാം ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയായിരിക്കും, എനിക്കറിയാം. ഈ ടാബ്സിന്റെ സ്ക്രീനാണ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടാബ്സിന്റെ സ്ക്രീൻ ഇവിടുന്നാണ് മൗസ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാബ്സിന്റെ സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഓൾറെഡി നേരത്തെ ഒരു സ്ക്രീൻ വർക്ക് ചെയ്തതുകൊണ്ട് ഞാൻ അതിനെ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തതിനു ശേഷം എനിക്കിപ്പോ ഇങ്ങനെ ഒരു സ്ക്രീനാണ് ഇവിടെ കിട്ടുക. സ്റ്റാർട്ടിംഗ് സ്ക്രീൻ എന്നുള്ള രീതിയിൽ കിട്ടുക. അൺടൈറ്റിൽഡ് ആണ് എനിക്കിപ്പോ ഇതിനകത്ത്. ഇതാണ് എന്റെ ഒരു സ്ക്രീൻ. ഈ ടാബ്സിന്റെ സ്ക്രീൻ. ഈ ടാബ്സ് 17 എന്ന് പറയുന്ന വെർഷനാണ് ഉപയോഗിക്കുന്നത്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ മെനു എന്ന് പറയുന്നത്, ഫയൽ എന്ന് പറയുന്ന ഒരു മെനു ഐറ്റവും ഈ ഹെൽപ്പ് എന്ന് പറയുന്ന മെനു ഐറ്റവും മാത്രമേ ഇവിടെ ആക്ടിവേറ്റ് ഉള്ളൂ. കാരണം മറ്റു മെനു ഐറ്റങ്ങൾക്കൊന്നും ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഇവിടെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ മോഡൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല. ഇവിടെ ഒരു ഇൻപുട്സും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കിവിടെ വേറെ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ് ഈ ടാബ്സിൽ വരുന്ന ഹോം സ്ക്രീനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഫയൽ മെനു ആണ് ആദ്യം വരിക. ഫയൽ മെനു വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് എഡിറ്റ് മെനു ഉണ്ട്, വ്യൂ മെനു ഉണ്ട്, ഡിഫൈൻ ഉണ്ട്, സെലക്ട് ഉണ്ട്, അസൈൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓപ്ഷൻ, ഹെൽപ്പ്, അങ്ങനെ ഇത്രയും മെനുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫയൽ മെനുവിൽ ഇപ്പൊ 2 മെനു ആക്റ്റീവായിട്ട് വരും. ഫയൽ മെനു നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ പോലെ തന്നെ ഫയൽ ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ ന്യൂ മോഡൽ എടുക്കാനായിരിക്കും ഉപയോഗിക്കുക. അല്ലെങ്കിൽ പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു മോഡൽ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും ഉപയോഗിക്കുക.
അതോടൊപ്പം തന്നെ നമ്മൾ സേവ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സേവ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് സേവ് ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആസ് യൂഷ്വൽ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇനി നമുക്ക് ഇതിന്റെ മെനുവിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഈ മെനുവിലേക്ക് പോകും. കാരണം ഇത് ബാക്കിയുള്ള കുറച്ച് മെനൂസ് ഐറ്റംസ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഈ മെനുവിന്റെ അകത്ത് എല്ലാം ഉള്ളതാണ്. പക്ഷെ അത് നമുക്ക് ഈ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഈ പുറത്ത് ഇങ്ങനെ ഐക്കൺസ് ഇട്ടേക്കും. അപ്പോൾ പെട്ടെന്ന് എനിക്കിപ്പോൾ പ്ലാൻ വേണം, അല്ലെ എലിവേഷൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാനവിടെ പോയി വ്യൂ എടുത്തിട്ട് അതിന്റെ മെനു പ്ലാൻ എലിവേഷൻ എടുക്കൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്ലിക്കിൽ തന്നെ എനിക്ക് ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മെനൂസും ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം. ഇവിടെ വരുന്ന ഇത്രയും വലിയൊരു ഏരിയയിലാണ് നമ്മൾ മോഡൽ ചെയ്യുന്നത്. നമുക്ക് അനാലിസിസ് റിസൾട്ട് എല്ലാം കിട്ടുന്നത് ഈ ഒരു വലിയ ഏരിയയിലായിരിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു സ്പേസ് നമുക്ക് നമ്മുടെ വർക്കിംഗ് സ്പേസ് ആയിട്ട് Etabs വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരേ സമയം തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ മോഡലുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ മോഡലുകളും ഓരോ ടാബ്സ് ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ആ ടാബുകളെല്ലാം നമുക്ക് ഓരോ ടാബായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന അതിന്റെ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത് അത് കുറച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് സ്ട്രക്ചർ. പലരും സ്ട്രക്ചറിലാണ് എംടെക് എടുക്കാനൊക്കെ ശ്രദ്ധിക്കാറുള്ളത്. പക്ഷേ എംടെക് പഠിക്കാൻ സാധിക്കാത്ത പലരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ എന്താണ് ഈ സിവിൽ എഞ്ചിനീയറിംഗിൽ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ സ്ട്രക്ചർ അനാലിസിസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഈ സ്ട്രക്ചർ അനാലിസിസ് സോഫ്റ്റ്വെയർ അല്ല, മാത്രമല്ല ഏതൊരു സോഫ്റ്റ്വെയർ ആയാലും ആ സോഫ്റ്റ്വെയറുകളെന്ന് പറയുന്നതെല്ലാം ഒരു ടൂൾസ് മാത്രമാണ്, ഒരു തരത്തിൽ ടൂൾസ് ആണ്. അപ്പോൾ ആ ഒരു ടൂൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു ചെടി നടണമെന്ന് വെച്ചോളൂ. ചെടി നടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൂൾസ് ഉപയോഗിക്കും. ചെടി ഉണ്ടാവും, പിന്നെ ഒരു ബക്കറ്റിൽ വെള്ളം ഉണ്ടാവും, പിന്നെ നമ്മൾ എന്തെങ്കിലും ചെറിയ മണ്ണ് മാറ്റാനായിട്ട് ടൂൾ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മണ്ണ് നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. പക്ഷെ നമ്മളത് മാറ്റുമ്പോൾ നമുക്ക് സമയം പോകും, അല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിലുള്ള നഷ്ടങ്ങൾ, കയ്യിൽ തൊലി പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാറില്ല. നമ്മളതിന് പകരം ഒരു പിക്കാസോ മൺവെട്ടിയോ അല്ലെങ്കിൽ ചെറിയ ചെടി കുത്തുന്ന ഒരു സാധനം എടുക്കും, നമുക്ക് ഉപയോഗിക്കും. അപ്പോൾ ഈ ചെടി നടുന്നതിന് വേറെ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് പിന്നെ അതിന്റെ വളമിടുന്ന കാര്യങ്ങളും മറ്റു ചില കാര്യങ്ങളും കുഴിയുടെ ഡെപ്ത് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. കുഴി എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമാണ് അതിനോട് ഉപയോഗിക്കുന്ന മൺവെട്ടിയോ അല്ലെങ്കിൽ പിക്കാക്സോ മറ്റോ ടൂൾസ് ഒക്കെ. പക്ഷെ അത് ഏത് ഡെപ്തിൽ പോകണമെന്നും എങ്ങനെ ചെയ്യണമെന്നും നമ്മൾ അറിയേണ്ടത് അതിനായിട്ടൊരു എക്സ്പെർട്ട് ആയിട്ടൊരു കർഷകന് മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അദ്ദേഹമാണ് അതിന്റെ എക്സ്പെർട്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഇന്ന ഡെപ്തിൽ ഇന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഇത്ര ഡയമീറ്ററിൽ കുഴി എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാൻ പറ്റും. പക്ഷെ ടൂള് അദ്ദേഹത്തിനും നമുക്കും ഒരുപോലെ തന്നെയാണ് നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഈ കൃഷിയെപ്പറ്റി അറിഞ്ഞൂടാത്ത ഒരാളും ഈ കൃഷിയെപ്പറ്റി അറിയാവുന്ന ഒരാളും സെയിം ടൂൾസ് ഒരേ രീതി തന്നെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന് ആ ടൂൾ ഉപയോഗിക്കുമ്പോൾ, അറിയാവുന്ന ആ ടൂൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടും. അറിയാത്തൊരു ടൂൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു ചെടി ശരിക്കും അത് വളർന്നൊന്നും വരത്തില്ല, പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടൂൾസ് ആണ് ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ടൂൾസ് ആണ്. അപ്പൊ ഈ ടൂൾസ് നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പൊ അതാണ് അല്ല, ടൂൾസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല. ഇത് നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ടൂൾസ്. അപ്പൊ അതുകൂടി നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് സ്ട്രക്ചറൽ ഡിസൈൻ, ബെൻഡിങ് മൊമെന്റ് എന്താണ്, ഷിയർ ഫോഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, ബാലപാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് കിലോന്യൂട്ടൺ പെർ മീറ്റർ എന്താണ്, കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്താണ്, പിന്നെ അതിന്റെ വ്യത്യാസം എന്താണ്, ആ ലോഡിംഗ് പാറ്റേൺ വരുന്ന, പിന്നെ ബെൻഡിങ് മൊമെന്റ് പറയുമ്പോഴത്തേക്ക് കിലോന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അഥവാ എന്തെങ്കിലും അതിനകത്ത് സംശയങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. അത് ഞങ്ങൾ അതിന്റെ ക്ലാരിഫിക്കേഷൻ ചെയ്തു തരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും ഞങ്ങളുടെ കൂടെ. ഞങ്ങളത് എല്ലാവർക്കും അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫിക്കൽറ്റി ഉള്ളവർക്ക് ഞങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞതേ പറ്റുള്ളൂ. ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് നമുക്ക് എഫക്റ്റീവ് ആവില്ല. ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയറും, ഈവൻ ബിം സോഫ്റ്റ്വെയർ ആയാലും ഓട്ടോകാഡ് ആയാലും ഈ MSP ആയാലും എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആയാലും നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ കോൺസെപ്റ്റും അതിന്റെ കാര്യങ്ങളും അറിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം വളരെ എളുപ്പമാണ്. നമ്മൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യേണ്ട ആവശ്യമില്ല.
പക്ഷേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രൊസീജിയർ ഇല്ല, എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഈ പറയുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീം വരെ നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിന്റെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളത് ഒരു സോഫ്റ്റ്വെയറുകളും പൊതുവിൽ പറഞ്ഞാൽ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല. സോഫ്റ്റ്വെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ ടൂൾസ് മാത്രമാണ്. അപ്പോൾ ആ ടൂൾസ് നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഈ സ്ക്രീൻ നമ്മൾ സ്റ്റാറ്റിക് സ്ക്രീൻ ഓപ്പൺ ചെയ്യാൻ മുന്നേ ഒന്നുകൂടി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം. നമ്മളൊരു സ്ട്രക്ചറൽ ഡിസൈൻ നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ Etabs ഉപയോഗിക്കുന്നത് ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ഉണ്ടാക്കാനും ആ ഉണ്ടാക്കിയ ഡിസൈനിൽ ഡീറ്റെയിൽസ് ഒരു പ്രിന്റ് ഔട്ട് ആക്കി ക്ലയന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആ ക്ലയന്റ് എന്ത് ചെയ്യും? ക്ലയന്റ് അത് സൈറ്റിൽ ഇഷ്യൂ ചെയ്യും. സൈറ്റിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ അവർ ജോലിക്കാരെ അത് നോക്കിയിട്ട് റീഎൻഫോഴ്സ്മെന്റും കാര്യങ്ങളും ചെയ്യും. അപ്പൊ ആ ഒരു റെഫറൻസ് മറ്റേ ഇവിടെ സൈറ്റ് സൂപ്പർവൈസർ ചെക്ക് ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ റെഫറൻസിൽ ആ രീതിയിൽ തന്നെ റീഎൻഫോഴ്സ്മെന്റ് എടുത്തതെന്നും കാര്യങ്ങൾ വർക്ക് ചെയ്തെന്നും ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ, ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. ഇതൊരു സ്ട്രക്ചറൽ ഡിസൈൻ ഉണ്ടാക്കി ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രോസസ്സിനിടയിൽ എന്തെല്ലാം പ്രോസസ്സുകൾ കെട്ടിക്കിടപ്പുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ആക്ച്വലി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്ട്രക്ചറൽ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് അറിയാം ഒരു സ്ട്രക്ചറൽ ഡിസൈൻ വെറുതെ ഉണ്ടാവുന്നില്ല. സ്ട്രക്ചറൽ ഡിസൈൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ ഡ്രോയിങ് ഉണ്ടാവണം. അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പൊ എല്ലാ സ്ട്രക്ചറൽ ഡിസൈനിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചറൽ ഡ്രോയിങ് ആണ്. ആർക്കിടെക്ചറൽ ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ് ആവാം, അല്ലെങ്കിൽ പിന്നെ ചെറിയ ഒരു ഡ്രോയിങ്. എന്തായാലും ഒരു ആർക്കിടെക്ചറൽ ഡ്രോയിങ് ഉണ്ടാവും. ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിൽ ഈ പറയുന്ന റൂമുകളുടെ അളവുകൾ ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും, പിന്നെ അതിന്റെ എത്ര നിലകളുണ്ടെന്നുണ്ടാവും, സെക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതിന് ആ ബിൽഡിങ്ങിന് പുറം കോമ്പൗണ്ടുകളുമായിട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളതുണ്ടാവും. അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ചില സാഹചര്യങ്ങൾ ഫുട്ടിംഗ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഫുട്ടിംഗ് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് നമ്മുടെ സ്പ്രെഡ് ഫുട്ടിംഗ് ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. എത്ര മീറ്റർ ഗ്യാപ്പാണ്, നിയർ ഷോർട്ടസ്റ്റ് ഗ്യാപ്പ് നമ്മൾ ആ കോമ്പൗണ്ടുകളും നമ്മളായിട്ട് എത്രയുണ്ട്, ഈവൻ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ഫുട്ടിംഗ് ഒക്കെ നമ്മൾ അനുസരിച്ച് ഡിസൈൻ ചെയ്യണം. അപ്പൊ ആർക്കിടെക്ചറൽ ഡ്രോയിങ് അപ്രൂവ്ഡ് ആർക്കിടെക്ചറൽ ഡ്രോയിങ് ആണ്, അപ്രൂവ്ഡ് ആൻഡ് ലേറ്റസ്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു കാരണവശാലും നിങ്ങൾ പഴയ ഒരു ആർക്കിടെക്ചറൽ ഡ്രോയിങ് വെച്ച് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ പാടില്ല. ലേറ്റസ്റ്റ് ആർക്കിടെക്ചറൽ ഡിസൈൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ അപ്രൂവ്ഡ് ആയിരിക്കണം. അത് അങ്ങനെയുള്ള ഡ്രോയിങ് യൂസ് ചെയ്ത് വേണം നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ സ്ട്രക്ചർ ഡിസൈനിങ്ങിന്റെ ഫണ്ടമെന്റൽ തിങ് എന്ന് പറയുന്നത് ആദ്യത്തെ ആർക്കിടെക്ചർ ഡിസൈൻ ഡ്രോയിങ് ആണ്. അപ്പോൾ ആർക്കിടെക്ചർ ഡ്രോയിങ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യണം എന്ന് പറഞ്ഞാൽ, ആർക്കിടെക്ചർ ഡ്രോയിങ്ങിൽ നമുക്ക് ചിലപ്പോൾ ഒരു സോഫ്റ്റ് കോപ്പി ഇട്ടായിരിക്കും വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാർഡ് കോപ്പി ആയിരിക്കും നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവുക. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ വെച്ചുകൊണ്ട് നമുക്ക് ഇത് നമ്മൾ ഇപ്പൊ ഇതുപോലെ സ്ക്രീനിൽ നമ്മൾ Etabsന്റെ സ്ക്രീനിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഇത് കാണിച്ചു കൊടുത്താൽ അത് മനസ്സിലാവില്ല എന്നുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ഥാനത്ത് നമ്മൾ ഈ ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിൽ വരുന്ന ബിൽഡിങ്ങിനെ നമ്മൾ ഇത് മോഡൽ ചെയ്യണം. മോഡൽ ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡ്രാ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ തന്നെ മോഡലിംഗിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ മോഡലിംഗ്, അപ്പൊ ഈ സ്ട്രക്ചർ നമ്മൾ മോഡൽ ചെയ്യണം. നമ്മൾ സ്ട്രക്ചർ പറയുന്ന രീതിയിലുള്ള അതേ സ്പാന്, വിഡ്ത്ത്, ഹൈറ്റ് കൊടുത്ത് തന്നെ മോഡൽ ചെയ്യാം. മോഡൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പല പല കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് അതിന്റെ ഏതൊക്കെ തരത്തിലുള്ള മെമ്പേഴ്സ് ആണ്, സ്റ്റീലാണോ കോൺക്രീറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ മോഡലിൽ ഈ പറയുന്ന ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ്, ഡിഫൈനും ഡ്രോയിങ് കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മൾ പക്ക മോഡൽ ചെയ്യുന്നത്. അപ്പൊ മോഡൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിന് അത് നമുക്ക് വ്യൂ ചെയ്യുകയും മറ്റ് എഡിറ്റ് ചെയ്യുകയും വേണ്ടി വരും. അതങ്ങനെ ആ പ്രോസസ്സുകൾ ഇതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ അതിനിടയ്ക്ക് ഫയൽ സേവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇന്നിപ്പോ വർക്ക് ചെയ്തിട്ട് നാളെ വർക്ക് ചെയ്യണമെങ്കിൽ നാളെ വന്ന ഫയൽ ബാക്കിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി നാളെ വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അതിനകത്ത് നമ്മൾ മെമ്പേഴ്സ് സെലക്ട് ചെയ്യേണ്ടി വരും. സെലക്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ മാറ്റങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിന് മറ്റു ചില കാര്യങ്ങൾ വേണ്ടി. അപ്പൊ അതെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ മോഡലിംഗിലാണ് വരുന്നത്. മോഡലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോഡലിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിൽഡിങ്ങിന്റെ ഫുൾ മോഡലായി കഴിഞ്ഞാൽ അടുത്ത് എന്താ വരിക? അതിനകത്ത് അതിന്റെ ലോഡിംഗ് ആണ്. അപ്പൊ ഏത് തരത്തിലുള്ള ലോഡിംഗ് ആണ് വരുന്നത്? അപ്പൊ അതാണ് നമുക്ക് അസൈനിങ്ങിൽ വരുന്നത്. അതിന്റെ ലോഡിംഗ് വരും. ലോഡ് വരുന്നത് തന്നെ വളരെ പ്രധാനമാണ്. ലോഡിന് വരുമ്പോഴത്തേക്ക് ഈ മെമ്പേഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ വരും? ഈ മെമ്പർ ചിലത് ബെൻഡിങ് മൊമെന്റ് എടുക്കുന്ന മെമ്പേഴ്സ് ആണോ, അത് മൊമെന്റ് എടുക്കാത്തതാണോ, ചിലയിടത്ത് ഫിക്സഡ് മൊമെന്റ് ഉണ്ടോ, അതെല്ലാം ഫ്രീ ആണോ, ഹിഞ്ചഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം എൻഡ് ജോയിൻസ് എല്ലാം ഇതിലാണ് വരുന്നത്. അതുപോലെ തന്നെ
അതിന്റെ അസൈനിൽ വരുന്നത് പറഞ്ഞാൽ അതിന്റെ സൈസ്, ഷേപ്സ്, കാര്യങ്ങളെല്ലാം അസൈനിലാണ് വരുന്നത്. ഒരു മെമ്പറിന്റെ പലതരത്തിലുള്ള മെമ്പർ ലോഡിങ്, പിന്നെ ജോയിൻസ്, അസൈൻമെന്റ്സ് ഒക്കെ അങ്ങനെ വളരെയധികം കാര്യങ്ങൾ അസൈൻ ഇതിൽ വരും. അപ്പൊ നമ്മളൊരു മോഡൽ ആദ്യം ഒരു മോഡലിൽ നമ്മൾ ഒരു സ്പേസ്, ഒരു മെമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്തെങ്കിൽ ആ മെമ്പർ ഉദാഹരണമായിട്ട് 300 ഡയമീറ്റർ ഉള്ള റൗണ്ട് കോളമാണ് നമ്മൾ മോഡൽ ചെയ്ത് നമ്മളൊരു മെമ്പറായിട്ട് അസൈൻ ചെയ്തെങ്കിൽ നമ്മളൊരു പൊസിഷനിൽ അത് ചെയ്യണത് ഈ അസൈൻ പ്രോസസ്സിലൂടെയാണ്. നമ്മൾ തന്നെ ആ മെമ്പറിലൂടെ നമ്മുടെ സിസ്റ്റത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നു, നമ്മളിവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആർക്കിടെക്ചർ ഡ്രോയിങ്ങിൽ 300 ഡയമീറ്റർ ഉള്ള മെമ്പറാണ്, അതിവിടെ ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നു. അപ്പൊ അനലൈസ് ചെയ്തതിനു ശേഷം അത് അടുത്ത് മാറ്റേണ്ടി വരുമോ, അതല്ലെങ്കിൽ അതിന്റെ സൈസ് കുറയ്ക്കേണ്ടി വരും, കൂട്ടേണ്ടി വരും എന്നുള്ള പിന്നീടുള്ള കാര്യം, അത് പിന്നീടുള്ള വിഷയം. പക്ഷെ നമ്മളത് ഈ പറയുന്ന രീതിയിൽ അത് മോഡലിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ലോഡിംഗ് പാറ്റേൺ, ലോഡിംഗ് മാത്രമേ വരുന്നത്, ജോയിൻസ്, മെമ്പേഴ്സ് എല്ലാം അത് വരും. മെമ്പേഴ്സ് ഒക്കെ വരും. അപ്പൊ ഇതൊക്കെ ചെയ്ത ശേഷം നമ്മൾ അടുത്ത പ്രോസസ്സാണ് അനാലിസിസ്. അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു മോഡൽ ചെയ്ത് കഴിഞ്ഞ സാധനത്തിനെ നമ്മൾ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് അതാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട സംഭവം. നമ്മൾ ഈ സ്ട്രക്ചറിനെ നമ്മൾ അനലൈസിസ് ചെയ്തിട്ട് അതിൽ കൂടെ നമ്മൾ അതിന്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കും, പിന്നെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കും, ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കും, ആക്സിയൽ ലോഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനോടുകൂടി നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പാരാമീറ്റേഴ്സ്, സീസ്മിക് പാരാമീറ്റേഴ്സോ നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് പാരാമീറ്റേഴ്സ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഈ അനാലിസിസിലൂടെ കണ്ടുപിടിക്കും. അനാലിസിസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസൈനാണ്. അപ്പൊ ഡിസൈനിൽ നമുക്ക് ഈ പറയുന്ന റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ്, സൈസ് ഡീറ്റെയിൽസ്, ഇത് ഈ സാധനം ഓക്കെ ആണോ, നിങ്ങളുടെ അനാലിസിസ് മെമ്പേഴ്സ് വിസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഡിസൈനിൽ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഡിസൈൻ കിട്ടുന്ന മുമ്പ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ പോയിട്ട് ആ വാല്യൂസ് ഇട്ടിട്ടാണ് റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഷഫിൾ ചെയ്ത് നോക്കിയിട്ട് ഒരു ഫീസിബിൾ ആയിട്ടുള്ള റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് ഇതിനകത്ത് ഈ മോഡലിൽ വരുന്നില്ല, അത് ഉള്ളത് ഇറ്റാബ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ആ ഒരു മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വേണമെങ്കിൽ ഡീറ്റെയിലിംഗ് കിട്ടും. അതെല്ലാം എന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും അനലൈസ് ചെയ്ത് റിസൾട്ട് കിട്ടിയാൽ തന്നെ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ പകുതി ഹെഡേക്ക് കഴിഞ്ഞു. പിന്നെ ഡിസൈൻ ചെയ്ത റീൻഫോഴ്സ്മെന്റോടെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സൗകര്യമായി. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഇപ്പൊ AST, ഏരിയ ഓഫ് സ്റ്റീൽ ടെൻഷൻ എത്രയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 120 mm² എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള എത്ര റീൻഫോഴ്സ്മെന്റ് കൊടുക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഓരോ സ്റ്റീലിന്റെ സെക്ഷൻ എത്രയാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റാൻഡേർഡ് കോഡ് യൂസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പല പല ഓപ്ഷൻസ് എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പൊ ഇതോടെ നമ്മൾ ഇതിന്റെ മെനുവിനെ ബന്ധപ്പെട്ട് ഡിസൈനായിട്ട് ബന്ധപ്പെട്ട പ്രിലിമിനറി കാര്യങ്ങളും ഡിസൈനായിട്ട് ബന്ധപ്പെട്ട പ്രിലിമിനറി കാര്യങ്ങൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നത്, അത് നമ്മൾ സാധാരണ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് നമ്മൾ അറിഞ്ഞതേ പറ്റത്തുള്ളൂ. അതിന്റെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ എങ്ങനെ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അതാണ് ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് അതാണ്. അപ്പൊ അത് കഴിഞ്ഞ ശേഷം നമ്മൾ അനാലിസിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരും, നമ്മൾ ഈ പറഞ്ഞ ഈ ക്ലാസ്സുകളിൽ. അപ്പൊ അതുകൊണ്ട് മുന്നോട്ട് ഉള്ള വീഡിയോകൾ കാണുന്നവരും ഈ വീഡിയോ കണ്ടിരിക്കേണ്ട അത്യാവശ്യമാണ്. എന്തായാലും നമ്മൾ ഇനിയിപ്പോ നിങ്ങൾ കാത്തിരുന്ന പോലെ തന്നെ ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇത് ഫയലിൽ പോയി എടുക്കുന്നു, ന്യൂ മോഡൽ കൊടുക്കുന്നു. അല്ല, പല പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതൊക്കെ നമ്മുടെ വിഷയമല്ല. നമ്മൾ എന്തായാലും ന്യൂ മോഡൽ ഓപ്പൺ ചെയ്യുന്നു. ന്യൂ മോഡൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാം. മോഡൽ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു വിൻഡോ ഓപ്പൺ ആയി, പോപ്പപ്പ് വിൻഡോ ആണ്. അപ്പൊ അതിനകത്ത് യൂസ് സേവ്ഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. യൂസ് സേവ്ഡ് ഓപ്ഷൻസ്, സേവ്ഡ് യൂസർ ഡിഫോൾട്ട് സെറ്റിംഗ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ യൂസറിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒരു സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, സൈസുകളോ ഡീറ്റെയിൽസോ നമുക്ക് അതിന്റെ പ്രിസ്ക്രിപ്ഷൻസോ മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ ഇതിൽ കൂടി എടുക്കാൻ പറ്റും. അതെല്ലാം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസ് സെറ്റിംഗ്സ് ഫ്രം എ മോഡൽ ഫയൽ. ഒരു ഫയൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫയലിൽ നമ്മൾ ടിപ്പിക്കലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന മെമ്പേഴ്സ് ഡീറ്റെയിൽസും അതിന്റെ കൺസ്ട്രെയിൻസും ബാക്കി കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും. അതുമല്ല തന്നെ യു ഷുഡ് യൂസ് ദി ബിൽറ്റ് ഇൻ സെറ്റിംഗ്സ് വിത്ത് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. സാധാരണ ഇതാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു കോഡും യൂണിറ്റ് സിസ്റ്റവും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ
ഈ ഓപ്ഷനിൽ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ്, പ്രോപ്പർട്ടീസ് ആൻഡ് ഡെഫിനിഷൻസ്, പിന്നെ യൂണിറ്റ്സ് ആൻഡ് ഓപ്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇതിൽ മെമ്മറൈസ് ചെയ്ത് വെക്കുന്നത് ഒരു സിസ്റ്റം, ഒരു യൂസറിന്റെ അല്ലെങ്കിൽ ഒരു സെറ്റിംഗ്സിന്റെ. അപ്പൊ അത്രയും കാര്യങ്ങൾ സെറ്റിംഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ട് ആ പ്രോജക്റ്റ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ രണ്ട് മെനുകളുടെ അഡ്വാൻറ്റേജ്. പുതിയതായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 4 സെലക്ഷൻ ബാർസ് ആണ് കിട്ടുക. 4 ലിസ്റ്റ് ബോക്സുകൾ വരുന്നുണ്ട് ഇവിടെ. അതിൽ ലിസ്റ്റ് ബോക്സുകൾ വരുമ്പോഴത്തേക്ക് SI സിസ്റ്റമാണ് ഡിഫോൾട്ട് കിടക്കുന്നത്. അതല്ലാതെ പറഞ്ഞത് എന്തൊക്കെയുണ്ടോ നോക്കാം. നമുക്ക് US കസ്റ്റമറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് FPS സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ MKS സിസ്റ്റം. നിങ്ങൾക്കറിയാം 3 തരത്തിലുള്ള യൂണിറ്റ് സിസ്റ്റം ആണ് ഈ ലോകത്തുള്ളത്. ഒന്ന് FPS, ഇത് MKS, പിന്നെ SI. FPS എന്ന് വെച്ചാൽ ഫുഡ് പൗണ്ട് ആൻഡ് സെക്കൻഡ്. MKS എന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡിന് പകരം കിലോഗ്രാമായി, ഫുഡിന് പകരം മീറ്ററായി, പൗണ്ടിന് പകരം കിലോഗ്രാമായി, സെക്കൻഡ് തന്നെയാണ്. SI എന്ന് പറയുമ്പോഴത്തേക്ക് മീറ്റർ തന്നെയാണ്, സെക്കൻഡ് തന്നെയാണ്, കിലോഗ്രാമിന് പകരം ന്യൂട്ടൺസ് വന്നു, ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതെടുത്ത് നോക്കാം. US വരുമ്പോഴത്തേക്ക് കസ്റ്റമർ വരുമ്പോൾ ഇത്രയും വരെ യൂണിറ്റ്സ് ആണ് അത് യൂസ് ചെയ്യുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മഞ്ഞ കളറിൽ കാണുന്ന യൂണിറ്റ്സ് ആണ് US കസ്റ്റമറിയിൽ ഉപയോഗിക്കുന്നത്. അതിൽ ഇഞ്ച് ഫീറ്റും കാണാൻ പറ്റുന്നുണ്ട്. കിലോ, പൗണ്ട്സ്, ഇഞ്ച്, ഫീറ്റ്, പൗണ്ട്സ് ആൻഡ് കിലോ പൗണ്ട്സ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ MKS പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും കിലോഗ്രാം, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ ഒക്കെ ശരി തന്നെയാണ്. അതുപോലെ കിലോഗ്രാം വരുന്നുണ്ടാവും, കിലോഗ്രാമും ടണ്ണും വരുന്നുണ്ടാവും. അതാണ് അവിടുത്തെ ഒരു ചേഞ്ച്. ഇനി അടുത്തത് SI സിസ്റ്റം നോക്കാം. SI സിസ്റ്റത്തില് നമുക്കുള്ളത് മീറ്റർ, കിലോഗ്രാം, സെന്റിമീറ്റർ ഒക്കെ കറക്റ്റ് തന്നെയാണ്. പിന്നെ കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് വരുന്നത്. കിലോ ന്യൂട്ടൺ ആൻഡ് ന്യൂട്ടൺസ്. അത് മാത്രമാണ് MKS-ഉം SI-യുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ ഈ വ്യത്യാസം തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ഇതിനുള്ള ബന്ധം ഉണ്ടാവും. അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. SI സിസ്റ്റത്തില് നമുക്ക് യൂണിറ്റ് ന്യൂട്ടൺ ആണ്, MKS-ൽ അത് കിലോഗ്രാം ആണ്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ന്യൂട്ടൺ ആണ്? അതിങ്ങനെ കിട്ടി. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 9.81 ന്യൂട്ടൺസ് ആണ്. അത് നമ്മുടെ കയ്യിൽ അതിനെ 1 കിലോഗ്രാം ഹോൾഡ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അനുസരിച്ചിട്ട് അത് താഴേക്ക് പോകുന്നതിന് നമ്മൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഒരു ഫോഴ്സ് അത് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അഗേൻസ്റ്റ് ഗ്രാവിറ്റി. അപ്പൊ 9.81 അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വിട്ട് കഴിഞ്ഞാൽ അത് ഒരു സെക്കൻഡിൽ 9.81, അടുത്ത സെക്കൻഡിൽ 9.81 പ്ലസ് 9.81, അങ്ങനെ 9.81 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ സ്പീഡ് കൂടി അത് താഴേക്ക് പോകും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പക്ഷെ നമ്മൾ കയ്യിൽ നിൽക്കുമ്പോൾ അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. അപ്പൊ 9.81 ആണ്. സാധാരണ അത് റഫ്ലി നമ്മൾ കാൽക്കുലേഷൻ പർപ്പസിനൊക്കെ എടുക്കുമ്പോൾ 10 ആയിട്ട് എടുക്കാറുണ്ട്. അപ്പൊ ഒരു 100 ടൺസിന്റെ ഒരു പോയിന്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 ടൺസ് ഇൻറ്റു 10 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റഫ്ലി പറയാം 10,000 ന്യൂട്ടൺസ് പറയാം. 10,000 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ 10 കിലോ ന്യൂട്ടൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് സിസ്റ്റം ഇന്റർനാഷണൽ, അതാണ് നമ്മളിവിടെ അഡാപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യൻ ആണ് നമ്മുടെ സ്റ്റീൽ ആൻഡ് സെക്ഷൻ ഡേറ്റാബേസ്. നമ്മൾ ഇന്ത്യൻ സ്റ്റീൽ ആൻഡ് സെക്ഷൻ ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ പല സെക്ഷൻസ് ഇവിടെ ഉണ്ട്. പല കമ്പനികളുടെയും പല സിസ്റ്റത്തിന്റെ സെക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യൻ സിസ്റ്റമാണ് IS 4800 സ്റ്റീൽ സെക്ഷൻസും മറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന IS 800 നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അല്ലെന്നെല്ലാം പഠിച്ചതാണ് IS 800. അത് സ്റ്റീൽ ഡിസൈൻ കോഡാണ്. കോൺക്രീറ്റ് ഡിസൈൻ കോഡാണ് IS 456. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ കോളേജുകളിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ലേറ്റസ്റ്റ് വെർഷൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയും പാരാമീറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരുന്നു? ഒരു ന്യൂ മോഡൽ ഓർ ക്വിക്ക് ടെംപ്ലേറ്റ് വരുന്നുണ്ട്. ക്വിക്ക് ടെംപ്ലേറ്റ് തന്നെയാണ് ഇത്. കാരണം ഇത് നമ്മൾ ഡിസൈൻ ചെയ്യാതെ തന്നെ നമുക്ക് ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഒരു Etabs പ്രൊപ്പോസ് ചെയ്ത് തന്നതാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ നമുക്കുള്ളത് ഒന്ന്, നമുക്ക് ഗ്രിഡ് ലൈൻസ് കാണിക്കുന്നുണ്ട്. 4 ഗ്രിഡ് ലൈൻ വരുന്നുണ്ട്. X ഡാഷിൽ, Y ഡാഷിൽ 4 ഉണ്ട്. പിന്നെ അതിന്റെ ഡിസ്റ്റൻസ് രണ്ടിന്റെയും തമ്മിൽ ഡിസ്റ്റൻസ് 8 മീറ്ററിലാണ് ഉള്ളത്. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അതിന്റെ സ്റ്റോറി ഹൈറ്റ്സ് ഉണ്ട്. 4 സ്റ്റോറി ഉണ്ട്. പിന്നെ ഒരു ടിപ്പിക്കൽ സ്റ്റോറിക്ക് 3 മീറ്റർ ഹൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഓൾറെഡി ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തേക്കുകയാണ്. ഇത് ഡിഫോൾട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ 2
റേഡിയോ ബട്ടൺസും ഉള്ളത് ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെറ്റിംഗ് കസ്റ്റം സെറ്റിംഗിലേക്ക് പോവാം. കസ്റ്റം സോറി ഡാറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന സ്പേസിംഗ് മാറ്റി വേറെ സ്പേസിംഗിലേക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ഒരു എക്സാമിനേഷൻ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ വരുന്ന എക്സർസൈസ് പല പല സ്പേസിംഗിലുള്ളതാണ്, ഒരു സ്റ്റാൻഡേർഡ് സ്പേസിംഗിലുള്ളതല്ല. അപ്പൊ സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസും സ്പേസിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഫോളോ ചെയ്യാം. പിന്നെ അതല്ലാതെ നമുക്ക് ബ്ലാങ്ക്, ഗ്രിഡ് അങ്ങനെ പല പല ഓപ്ഷൻസും വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയതുകൊണ്ട് ഞാൻ മറ്റേതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഇത് വെച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രെയിം കൂടെ കാണാൻ പറ്റും. ഒരു Etabs നമുക്കൊരു സ്ക്രീൻ പ്രൊപ്പോസ് ചെയ്യുന്നു. അപ്പൊ ഇത് നമുക്ക് 3D കാണാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 1, 2, 3 1, 2, 3 ഇതിൽ 3D എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഉണ്ട്. ഇത് നമുക്ക് എക്സ് ഡയറക്ഷൻ ആണ്, ഇത് വൈ ഡയറക്ഷൻ ആണ്, പച്ച കളർ. അപ്പൊ അതിന്റെ എല്ലാം 8 മീറ്റർ സ്പാൻ ആണ്. അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇസഡ് ഡയറക്ഷൻ കൂടെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇസഡ് ഡയറക്ഷൻ കൂടെ കാണാൻ സാധിക്കും. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പോകുന്നതാണ് ഇസഡ് ഡയറക്ഷൻ, നീല കളറിൽ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇവിടെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ഇടത്ത് വെക്കുമ്പോൾ നമ്മൾ അറിയാൻ പറ്റും ഗ്രിഡ് A1. ഇവിടെ നമ്മൾ ഗ്രിഡ് ഇത് A1 ആണ്. A1 ആണ്. പക്ഷെ നമ്മൾ ഫ്ലോർ ഹൈറ്റ് ഇവിടെ അറിയാവുന്നുണ്ട്. 4ാമത്തെ സ്റ്റോറിയിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അത് നമുക്ക് അറിയാവുന്നുണ്ട് നമ്മൾ A1 ആണ്. അപ്പൊ അതിന് ഈക്വൽ ആയിട്ടുള്ള പോയിന്റ് നമുക്കിവിടെ ഒന്ന് ഗ്രൗണ്ട് പ്ലാൻ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഫ്ലോർ. ഇതാണ് രണ്ടിന് ഈക്വൽ ആയിട്ടുള്ള പോയിന്റ്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ ഇത് ഓരോരോ ഗ്രിഡ് പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ മെമ്പേഴ്സോ ബീംസോ ഒക്കെ വരയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അപ്പൊ ഞാനിപ്പോ ഒരു റഫിലായിട്ട് ഒരു ബീമും കൂടെ ഞാൻ അസൈൻ ചെയ്തിട്ട് നിങ്ങളെ ഞാനൊന്ന് കാണിക്കുന്നത് എങ്ങനെ ഇരിക്കും സ്ട്രക്ചർ എന്നുള്ളത്. അതുകൂടെ കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാനിവിടെ കുറച്ച് ബീംസ് ഒക്കെ വരച്ചു. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ടോ എക്സസൈസസ്. ഇപ്പൊ ഞാൻ ഇതിനെല്ലാം കോളംസും ബീംസും അസൈൻ ചെയ്ത് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് എത്ര പെട്ടെന്ന് ചെയ്തത് നിങ്ങൾ ആലോചിക്കും. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിന് ഇതിന് നമുക്ക് എങ്ങനെയാണ് ഈ സ്ട്രക്ചർ വന്നത് നമുക്ക് നോക്കാം. സ്ട്രക്ചർ എങ്ങനെ ഇരിക്കും 3Dയിൽ നമ്മൾ ഈ വെറുതെ പറയുന്നതാണോ നോക്കുന്നത്. നോക്കൂ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ട്രക്ചർ വന്നു നോക്കൂ. ഈ പറഞ്ഞെല്ലാം കറക്റ്റ് അല്ലേ? 8 മീറ്റർ സ്പാൻ ഉണ്ട്, 3 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇതെല്ലാം ഉള്ള മോഡൽ നമ്മളിപ്പോ പറഞ്ഞൊന്നും വെറുതെ അല്ല, എല്ലാം കറക്റ്റ് ആയിട്ട് ഒരു മോഡൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാനും അതിന്റെ സ്പേസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും ഉള്ള എല്ലാ പോസിബിലിറ്റിയും ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. അപ്പൊ ഇതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ നമുക്ക് മെമ്പേഴ്സും ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളെല്ലാം ലോഡിംഗ് പാറ്റേണും ബാക്കി കാര്യങ്ങൾ ഇതൊന്നും സ്ലാബ് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സ്ലാബിന്റെ ഉണ്ടാവില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ബീമുണ്ട്, കോളം ഉണ്ട്, മറ്റു സപ്പോർട്ട് സിസ്റ്റം എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിലൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് നമുക്ക് കാണാം. ഇതുവരെ നിങ്ങൾ ക്ഷമയോടെ കേട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. നമസ്കാരം. താങ്ക് യു.